ഹലോ, വെൽക്കം ടു ലൈഫ് ലോബ്സ്. അപ്പോൾ ഇന്ന് ഇത്രയും മീൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, മത്തി. ഇത് ഇത്രയും 1 കിലോ ഉണ്ട്. 1 കിലോ മീന് 150 രൂപയാണ് കേട്ടോ ഇന്നത്തെ വില. അപ്പോൾ നല്ല ഫ്രഷ് മീൻ കേട്ടോ, നല്ല ഫ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു മീൻ പോലും മോശമായിട്ടില്ല. അത്ര നല്ല മീൻ, കട്ട് ചെയ്യാൻ തന്നെ നല്ല എളുപ്പവും നല്ലൊരു സുഖമായിരുന്നേ. ചില മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ വരുമ്പോൾ വിഴാന്നൊക്കെ ആവും. പക്ഷേ ഇത് അത്ര ഫ്രഷ് നല്ല മീൻ കേട്ടോ, നല്ല മീനാണത്. അപ്പോൾ ഞാൻ 1 കിലോ വാങ്ങിച്ചു രാവിലെ. അങ്ങനെ അതൊരു 11 മണിയൊക്കെ ആയപ്പോൾ കിട്ടി, കൊണ്ടുവന്നു. എന്നിട്ടിതാ ക്ലീനിങ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇത് സമുദ്ര എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ എനിക്ക് പരിചയമുള്ള ഒരു ചേച്ചി വഴിയാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ പറ്റിയത്. അപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് മീനാണ് ഈ ഒരു ആപ്പ് വഴി നമുക്ക് കിട്ടുന്നത്. ഹോം ഡെലിവറി കിട്ടും. രാവിലെ ഒന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ഉടനെ കൊണ്ടുവരും. അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീനാണെന്നൊക്കെ പറഞ്ഞേ. അപ്പോൾ ഞാൻ കരുതി എന്നാൽ ഒന്ന് വാങ്ങിച്ചു നോക്കാം. കാരണം നമ്മൾ ഈ ഇവിടെ നിന്ന് അടുത്തു നിന്നൊക്കെ കൊണ്ടുവരുന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മിക്കവാറും മോശമായിട്ടുള്ള മീനായിരിക്കും. ഒരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം മീൻ അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല കേട്ടോ. അതായത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ മീൻ വാങ്ങിക്കാറുള്ളൂ. അപ്പം ഈ ഒരു ആപ്പിനെ പറ്റി, ആപ്പല്ല ഇത് വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നെയും കൂടെ ഒന്ന് അതിലേക്കൊന്ന് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ചേച്ചി എന്നെ ആ ഒരു ഗ്രൂപ്പിനകത്തോട്ട് ആഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ എനിക്ക് എല്ലാ ഡേയും രാവിലെ ഇന്ന് എന്തൊക്കെയാണ് മീനുള്ളത്, അതിൻ്റെ റേറ്റ്, അങ്ങനെയൊക്കെ എനിക്ക് ഇതിലോട്ട് വരാൻ തുടങ്ങി. ഇപ്പോൾ ഫ്രീ ഡെലിവറിയൊക്കെയാണ് അവർ അതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പം അയലയുണ്ട്, പൂമീനുണ്ട്, നെമ്മീനുണ്ട്, മോതയുണ്ട്, നാടൻ ചാള, മത്തി, അങ്ങനെ എല്ലാ ടൈപ്പ് മീനുകളും വരും. അതിൻ്റെ പെർ KGക്ക് എത്ര റേറ്റ് അങ്ങനെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചെന്നാൽ ഇതിൽ നിന്നൊന്ന് വാങ്ങിച്ച് നോക്കാം. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ നാടൻ മത്തി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ, കാരണം റേറ്റ് കുറഞ്ഞതൊന്ന് വാങ്ങിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. മറ്റേ അയലയൊക്കെ വരുമ്പം പെർ KG 300 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ വാങ്ങിച്ച് ഫസ്റ്റ് കുറഞ്ഞ റേറ്റിലുള്ളത് വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഈ മത്തിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ എനിക്കൊരു 11 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവർ ഹോം ഡെലിവറി ചെയ്തു തന്നു, ഫിഷ് കൊണ്ടുവന്ന്. അപ്പോൾ കൊണ്ടുവന്ന ഉടനെയാണ് ഞാനത് ഉടനെ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. മൊത്തത്തിലെടുത്തിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ നല്ല ഫ്രഷ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് കേട്ടോ, നല്ല മീൻ. നമ്മളിപ്പം അല്ലാതെ വാങ്ങിച്ചാൽ പോലും ഇത്രയും നല്ല മീൻ കിട്ടുമെന്നറിയില്ല. അപ്പം ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ് ഈ മീനിൽ. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഗ്രൂപ്പിൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം. ഉള്ളവർ വാങ്ങിച്ച് നോക്കുക കേട്ടോ. ഞാനിത് ഇന്ന് ആദ്യമായിട്ടാണ് വാങ്ങിച്ചത്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ വാങ്ങിച്ചത് എനിക്ക് സാറ്റിസ്ഫൈഡാണ്. അപ്പം ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇതിപ്പം ട്രിവാൻഡ്രത്ത് മാത്രമായിരിക്കും കേട്ടോ ഡെലിവറിയൊക്കെ, ട്രിവാൻഡ്രത്ത് മാത്രമേ ഉള്ളായിരിക്കും, അറിയില്ല. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അന്വേഷിച്ചാൽ മതി കേട്ടോ. അപ്പം ഒരുപാട് സമയം ഒരു അരമണിക്കൂർ എന്തായാലും എടുത്തിട്ട് ഞാൻ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് കുറേ പ്രാവശ്യം കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ല തിരുമ്മി കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മീനിൻ്റെ വിശേഷം കേട്ടോ. അപ്പോഴേ എനിക്ക് ലാസ്റ്റ് 2-3 ദിവസമായിട്ട് ഭയങ്കര ഫുഡ് പോയ്സണിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ അവശ നിലയിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ആഹാരമൊന്നും അങ്ങനെ ഒന്നിനോടും ഒരു താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ആകെപ്പാടെ തോന്നുന്നതെന്ന് പറഞ്ഞാൽ പൊരിച്ച മീനും പിന്നെ ഇച്ചിരി ചമ്മന്തിയും ഒക്കെ വച്ച് ചോറ് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇന്ന് മീൻ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. കാരണം എൻ്റെ വയറാകെപ്പാടെ പ്രശ്നത്തിലാണ്, ഭയങ്കര പ്രശ്നം വയർ. അപ്പോൾ എനിക്ക് ചില ഭക്ഷണമൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് മനമറിപ്പ് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് കറിയൊന്നും വയ്ക്കണ്ട. കറിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരുമാതിരി തോന്നുന്നു. അപ്പോൾ കറി വയ്ക്കണ്ട, ഇതെല്ലാം വറുക്കാം. അതായത് ഇത് മൊത്തം ഇന്ന് വറുക്കില്ല കേട്ടോ. ഇത് ഞാൻ പല ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. ഇന്നത്തേക്ക് കുറച്ചെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഇന്നത്തെ ഐഡിയ. കറിയൊന്നും വയ്ക്കണില്ല. ഒരുപാട് പ്രാവശ്യം ഞാൻ കഴുകി കേട്ടോ, നല്ല ഉളുമ്പൊക്കെ കഴുകി കളഞ്ഞിട്ടുണ്ട്.
അങ്ങനെ പിന്നെ ബോക്സിൽ പിന്നെ നമ്മൾ മീൻ വയ്ക്കുമ്പോഴേ നമ്മൾ അങ്ങനെ മീനെടുത്ത് ബോക്സിൽ വയ്ക്കാതെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല നല്ല എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഒരു ചൊവയൊക്കെ വരും നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നാൾ വച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ. കുറച്ച് നാളല്ല, ഒരു 3-4 ദിവസത്തിൻ്റെ അകത്തൊക്കെ ഞാൻ എടുക്കും കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് നാൾ വയ്ക്കില്ല, ഞാൻ എടുക്കും. അപ്പം ഞാൻ അങ്ങനെ ഇപ്പോൾ ബോക്സിനകത്തും ആക്കി കുറേ വച്ചിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ കഴുകിയേ. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇന്നത്തേക്ക് എടുത്ത് കുറച്ച് വറുത്തു. അതൊക്കെയാണ് വിശേഷം. അപ്പോൾ പിന്നെ എന്താണ്, വേറെ ഒന്നുമില്ല. ഫുഡ് പോയ്സണിങ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിലാണ് ഞാൻ. അതാണ് ഇന്നലെ ഒന്നും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. മാക്സിമം ഡെയിലി വീഡിയോ ഇടണമെന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. പറ്റുന്ന പോലെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഇതാണ് എൻ്റെ വീഡിയോ. അപ്പം ഞാൻ ആ ബോക്സിലോട്ടാക്കിയിട്ടേ ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2 ബോക്സിലാക്കി. പിന്നെ ഇന്നത്തേക്കുള്ളതും എടുത്തു. അത്രയാണ് കാര്യങ്ങൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.